എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എ സി മീറ്ററുകളെ കുറിച്ച് പഠിച്ചു, ഡി സി മീറ്ററുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എം സി ടൈപ്പ് മീറ്റേഴ്സ്, എം ഐ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മീറ്റർ എന്ന് പറയുന്നത് റെക്ടിഫയർ ടൈപ്പ് മീറ്റർ ആണ്. അപ്പൊ എന്താണ് ഈ റെക്ടിഫയർ? അതിന്റെ പേര് തന്നെ നോക്കുക, റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ റെക്ടിഫയർ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. എന്താണ് റെക്ടിഫയർ? എ സിനെ ഡി സി ആയിട്ട് കൺവേർഷൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റെക്ടിഫയർ അല്ലെ. അപ്പൊ റെക്ടിഫയറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡയോഡ് ഉപയോഗിച്ച് നമ്മൾ 2-3 സർക്യൂട്ടുകൾ ഉണ്ട്. ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ്, ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ സെന്റർ ടാപ്പഡ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് റെക്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ റെക്ടിഫൈ ചെയ്ത ഒരു ഇൻസ്ട്രുമെന്റ്, അപ്പൊ ഇൻസ്ട്രുമെന്റിൽ എന്തുണ്ടാവും? റെക്ടിഫയർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ ജസ്റ്റ് ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഒന്ന്, നമ്മൾ എ സി സിഗ്നൽ കൊടുക്കും അല്ലെ. എ സി സിഗ്നൽ കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്താൽ അതിൽ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഒരു എ സി സിഗ്നലിൽ നമ്മൾ മീറ്റർ വെച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. അതുപോലെ ഡി സി മീറ്റർ ആണെങ്കിൽ, ഒരു ഡി സി സിഗ്നൽ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് വാല്യൂ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഡി സി സിഗ്നലിൽ കിട്ടുന്നത് ആവറേജ് വാല്യൂ, എ സി സിഗ്നലിൽ കിട്ടുന്നത് RMS വാല്യൂ. അപ്പൊ നമ്മൾ മീറ്റർ ഒക്കെ കണക്ട് ചെയ്ത് എടുക്കുന്ന റീഡിംഗ് ഈ ഒരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. MI ഇലക്ട്രോസ്റ്റാറ്റിക് മീറ്റർ എല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്? അതുപോലെ എ സി സിഗ്നൽസ് എന്ത് ചെയ്യാൻ, മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഫ്രീക്വൻസി, സാധാരണ നമ്മളെ ഇൻസ്ട്രുമെന്റ് എല്ലാം കണക്ഷൻ ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 to 60 ഹെർട്സ് ആണ്. അപ്പൊ 50 to 60 ഹെർട്സിന് നമ്മൾ പറയുന്ന പേരാണ് പവർ ഫ്രീക്വൻസി. കാരണം നമ്മുടെ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ പ്രോസസ്സിംഗ് നടക്കുന്ന ഫ്രീക്വൻസി എന്നത് 50 to 60 ഹെർട്സിന് ബിറ്റ്വീൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രീക്വൻസി എന്ത് പറയുന്നത്? പവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ എല്ലാ ഇൻസ്ട്രുമെന്റും കണക്ഷൻ ചെയ്യുന്നത് ആൾമോസ്റ്റ് എന്തായിരിക്കും? 50 to 60 ഫ്രീക്വൻസി റേഞ്ചിലുള്ള മീറ്ററുകളായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇനി ചില കണ്ടീഷനിൽ നമുക്ക് ഈ മീറ്ററുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്ററുകൾ ഉപയോഗിച്ച് ചില എ സി സിഗ്നലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർമെന്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കണ്ടീഷൻ ഉണ്ട്. അങ്ങനെയുള്ള സിഗ്നലുകളെ പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ. അതായത് നമ്മൾ ദൂരത്തേക്ക്, വളരെ ദൂരത്തേക്ക് സിഗ്നൽസുകളൊക്കെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ അല്ലെ. മോഡുലേഷനും ഡിമോഡുലേഷനും ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സിഗ്നലുകൾ എന്ത് ചെയ്യും? ട്രാവൽ. അതിൽ കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് മെഗാഹെർട്സ് റേഞ്ച് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ശ്രദ്ധിക്കുക, കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് എന്നത് വളരെ കുറവും അതിന്റെ ഫ്രീക്വൻസി എന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ മെഗാഹെർട്സ് റേഞ്ചിലായിരിക്കും എന്ത് ചെയ്യുക? ഈ എ സി സിഗ്നലിന്റെ ഫ്രീക്വൻസി. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ, ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിഗ്നലൊക്കെ മെഷർമെന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഈ പറയുന്ന മീറ്റർ കൊണ്ട് എന്തില്ല, സാധ്യമല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വേറെ മീറ്ററുകൾ വേണം. ആ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെഷർമെന്റ് ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസിന്റെ വേവ് ഫോം. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. അതിന്റെ വേവ് ഫോം ഷേപ്പ് നോക്കിയാൽ നമ്പർ ഓഫ് അതിന്റെ ഫ്രീക്വൻസി, സൈക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ സൈക്കിളാണ്. എന്ന് വെച്ചാൽ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വളരെ കൂടുതലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫ്രീക്വൻസി കൂടിയാൽ നമുക്ക് നമ്മളുടെ ഈ സാധാരണ MI ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ റീഡിംഗ് മെഷർമെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എക്സ്ട്രാ ഒരു മീറ്റർ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യമായിട്ട് വന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഫ്രീക്വൻസി റേഞ്ച് കാണുന്നുണ്ടോ? ഈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള റീഡിംഗ് നമുക്ക് മെഷർമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PMMC. നമ്മൾ നേരത്തെ പഠിച്ച മൂവിംഗ് കോയിൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഡിംഗ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? എന്ത് ഉപയോഗിച്ചാൽ മതി? പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ മീറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ മെഗാഹെർട്സ് റേഞ്ചിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസി, കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളുടെ റീഡിങ്ങുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർമെന്റ് ചെയ്യാൻ പറ്റും യൂസിങ്
PMMC. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യമാണ്. അതായത് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഓൺലി എവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? DC-യിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ പറ്റൂ. AC-യിൽ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിച്ചാണ് അതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പൊ നമുക്കറിയാം, അതായത് ഇതിന്റെ ഡയറക്ഷൻ എപ്പോ ചേഞ്ച് ആവുന്നോ അപ്പൊ നിങ്ങളുടെ നീഡിൽ എന്ത് ചെയ്യും? അപ്പുറത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യും? മൂവ്മെന്റ് ചെയ്യും. അപ്പൊ നമ്മുടെ മീറ്റർ എന്ത് ചെയ്യും? ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നാം പിന്നെ എങ്ങനെയാണ് ഈ മീറ്റർ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വരുന്ന AC സപ്ലൈ ആണ് അല്ലെ. AC-നെ നമുക്ക് എന്ത് ചെയ്യാം? DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഈ DC സപ്ലൈ നമുക്ക് എങ്ങോട്ട് കൊടുക്കാം? പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ മീറ്ററിലേക്ക് എന്ത് ചെയ്യാം? കണക്ഷൻ ചെയ്യാം അല്ലെ. അപ്പൊ അതിലേക്ക് കിട്ടുന്ന DC ആണ്. ആ മീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? മെഷർമെന്റ് ചെയ്യാൻ പറ്റില്ലേ? അതെ, ആ മെത്തേഡാണ് നമ്മളുടെ റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അത്രേ ഉള്ളൂ. അതായത് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ മീറ്റർ ഉണ്ട്, പ്ലസ് അഡീഷണൽ ആയിട്ട് എന്ത് വെക്കുന്നുണ്ട്? നമ്മൾ ഒരു റെക്ടിഫയർ വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ക്ലിയർ? അത് നോക്കുക. നമ്മൾ AC സിഗ്നൽ എന്ത് ചെയ്തു? റെക്ടിഫയറിലേക്ക് കൊടുക്കുന്നു. റെക്ടിഫയർ AC-നെ എന്താക്കി മാറ്റുന്നു? DC ആക്കി മാറ്റുന്നു. ക്ലിയർ ആയോ? ഈ DC സിഗ്നലിൽ നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? PMMC-യിലേക്ക് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പൊ PMMC മീറ്റർ എന്ത് ചെയ്യും? റീഡിംഗ് നമുക്ക് കാണിക്കും. ആ റീഡിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർമെന്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആണ്. അപ്പൊ അതിനു വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അഡീഷണൽ ആയിട്ട് എന്ത് വെച്ചാൽ മതി? ഒരു റെക്ടിഫയർ മാത്രം എന്ത് ചെയ്യുക? ആ സർക്യൂട്ടിലേക്ക് കണക്ഷൻ ചെയ്യുക. വളരെ സിമ്പിൾ ആണ് അല്ലെ. പക്ഷെ വീണ്ടും ഒരു പ്രശ്നം വീണ്ടും വന്നു അല്ലെ. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യമാണ്, DC മീറ്റർ മെഷർമെന്റ് ചെയ്യുന്ന വാല്യൂ എന്നത് എന്താ? ആവറേജ് വാല്യൂ ആണ്. ക്ലിയർ ആയോ? നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താ? AC-യിൽ കിട്ടേണ്ട വാല്യൂ RMS വാല്യൂ ആണ്. ക്ലിയർ ആയോ? അപ്പൊ RMS വാല്യൂ കിട്ടേണ്ടതാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? ആവറേജ് വാല്യൂ ആണ്. അപ്പൊ അതൊരു പ്രശ്നം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് നോക്കുക. നമുക്കറിയാം RMS വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ഇൻറ്റു ഫോം ഫാക്ടർ. അത് നമുക്കറിയാലോ. ആവറേജ് വാല്യൂന്റെ ഒപ്പം ഫോം ഫാക്ടർ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RMS വാല്യൂ കിട്ടും. ജസ്റ്റ് ശ്രദ്ധിക്കുക. ഈ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം RMS ഡിവൈഡഡ് ബൈ ആവറേജ് ആണ്. ക്ലിയർ ആണ്? അതായത് ഫോം ഫാക്ടർ എന്നത് RMS ഡിവൈഡഡ് ബൈ ആവറേജ് ആണ്. അപ്പൊ നോക്കി, ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? RMS വാല്യൂ കിട്ടി. RMS വാല്യൂ ഇവിടെ എന്ത് ചെയ്തു? നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? കിട്ടുന്ന റീഡിങ്ങിന്റെ ഒപ്പം ഇൻറ്റു എന്ത് ചെയ്യാം? ഫോം ഫാക്ടർ മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നോക്കുക. ഇതായിരിക്കും നമ്മുടെ സ്കെയിൽ അല്ലേ. ഈ സ്കെയിലിൽ കിട്ടുന്ന PMMC മീറ്ററിൽ കിട്ടുന്ന റീഡിങ് ഇൻറ്റു എന്ത് ചെയ്യുക? നമ്മളുടെ എന്ത് വാല്യൂ ചെയ്യുക? ഫോം ഫാക്ടർ. ക്ലിയർ ആണ്? അപ്പൊ എന്ത് ചെയ്യുക? കിട്ടുന്ന PMMC മീറ്ററിൽ നിന്ന് കിട്ടുന്ന റീഡിങ് ഇൻറ്റു ഫോം ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? RMS വാല്യൂ കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? റീഡിങ് എടുക്കാൻ പറ്റി. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. ഓരോ റീഡിങ് എടുക്കുമ്പോഴും നമ്മൾ ഈ ഫോം ഫാക്ടർ വെച്ച് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ. അത് ആലോചിച്ച് നോക്കിയാൽ ഒരു റീഡിങ് എടുക്കുക ഇൻറ്റു ഫോം ഫാക്ടർ, അത് എഴുതുക. റീഡിങ് എന്ത് ചെയ്യുക? എഴുതുക. അപ്പൊ ഓരോ റീഡിങ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഫോം ഫാക്ടർ വെച്ചിട്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യണം. ഇനി വേറെ കാര്യം ശ്രദ്ധിക്കുക. ഈ പറയുന്ന ഫോം ഫാക്ടർ എന്നത് ഓരോ സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഒരു സോ ടൂത്ത് സിഗ്നൽ ആണെങ്കിൽ അതിൽ കിട്ടുന്ന ഫോം ഫാക്ടർ ആയിരിക്കില്ല എന്ത്? ഒരു സൈൻ വേവിൽ കിട്ടുന്നത്. അതായിരിക്കില്ല ഒരു റെക്ടാംഗിൾ വേവിൽ. അപ്പൊ വേവിനനുസരിച്ച് നമ്മുടെ ഫോം ഫാക്ടർ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ് അല്ലെ. അപ്പൊ സിഗ്നൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റാൻ പറ്റില്ല. സിഗ്നൽ മാറ്റിക്കഴിഞ്ഞാൽ ഫോം ഫാക്ടർ മാറ്റും. അതേപോലെ ഓരോ റീഡിങ്ങിന്റെ ഒപ്പം എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ അതിന് ഫോം ഫാക്ടർ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ. അപ്പൊ അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഫോം ഫാക്ടർ ഒക്കെ അറിയാമെന്ന് വിചാരിക്കും. ഇത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജസ്റ്റ് അവരെന്താ ചെയ്യാം? ഇൻപുട്ട് ചെയ്യാം, റീഡിങ് എടുക്കാം അല്ലെ. അങ്ങനെ സ്ഥലങ്ങൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കുക, എന്ത് ചെയ്യുക? റീഡിങ് എടുക്കുക. അവർക്ക് അത്രേ അറിഞ്ഞാൽ മതി. ഈ ഫോം ഫാക്ടർ എന്താണോ അത് എന്തിനാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് എന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സ്കെയിലില്ലേ, ഈ സ്കെയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതായത് ഫോം ഫാക്ടർ വാല്യൂ എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ചെയ്ത സ്കെയിൽ ആയിരിക്കും എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ഓരോ റീഡിങ്ങിന്റെ ഒപ്പം എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ എന്ത് ചെയ്യും? ഫോം ഫാക്ടർ എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ചെയ്ത സ്കെയിൽ ആയിരിക്കും എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുന്ന വ്യക്തിക്ക് വീണ്ടും ഫോം ഫാക്ടർ എന്ത് ചെയ്യണ്ട? മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യമില്ല.
ക്ലിയർ. അപ്പൊ നമ്മുടെ സാധാരണ ഇൻസ്ട്രുമെന്റുകളിലെല്ലാം സ്കെയിലിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻറ്റു ഫോം ഫാക്ടർ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്ത് ആൻസർ ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, സ്കെയില് ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പൊ നോക്കുന്ന വ്യക്തിക്ക് ഇൻറ്റു മൾട്ടിപ്പിൾ ഫോം ഫാക്ടർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴും ഇവിടെ ഒരു പ്രശ്നം വന്നു അല്ലെ, ഫോം ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓൺ വേവ് ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ. അപ്പൊ വേവ് ഫോം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം ഫാക്ടർ ചേഞ്ച് ചെയ്യില്ലേ, അപ്പൊ സ്കെയിലിൽ കിട്ടുന്ന റീഡിംഗ് തെറ്റല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം അല്ലെ, എങ്കിൽ അത് ശരിയാണ്. അപ്പൊ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, വേവ് ഫോം വേറെയുള്ള ഷേപ്പുകൾക്ക് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കാറില്ല. ഇങ്ങനെയുള്ള മീറ്ററുകൾ എന്ത് ചെയ്യും, ഒരേ വേവ് ഫോമിന് വേണ്ടി മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. നമ്മൾ വേറെ ഏതെങ്കിലും വേവ് ഫോം ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് ഫോം ചെയ്യും, എറർ ഉണ്ടാവും. അപ്പൊ ക്ലിയർ ആയിട്ട് ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. വേവ് ഫോം സെയിം ആയിരിക്കണം, കിട്ടുന്ന റീഡിങ് ഇൻറ്റു എന്ത് ചെയ്യണം, ഫോം ഫാക്ടർ ചെയ്തിരിക്കണം. അത് ഓൾറെഡി നമ്മുടെ സ്കെയിലിൽ എന്ത് ചെയ്യും, ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഇന്ന് പഠിച്ചത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് റെക്ടിഫയർ. റെക്ടിഫയർ പല ടൈപ്പ് ഉണ്ട്, ഹാഫ് വേവ് ഉണ്ട്, ഫുൾ വേവ് ഉണ്ട്. ഫുൾ വേവ് 2 ടൈപ്പ് ഉണ്ട്, സെന്റർ ടാപ്ഡ് ഉണ്ട്, അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ക്ലിയർ ആ? ഇനി നമ്മൾ എന്തിനാണ് ഈ റെക്ടിഫയർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഹൈ ഫ്രീക്വൻസി, ലോ വോൾട്ടേജ്, ഹൈ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ. അപ്പൊ ഇങ്ങനെയുള്ള സിഗ്നൽസുകൾ മെഷർമെന്റ് ചെയ്യാൻ നമ്മുടെ സാധാരണ മീറ്റർ കൊണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ PMMC മീറ്റർ, അതായത് പെർമനന്റ് മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ മീറ്റർ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമുക്കറിയാം ഈ മീറ്റർ ഓൺലി DC-യിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, AC-യിൽ വർക്ക് ചെയ്യില്ല. നമുക്ക് കിട്ടുന്ന ഈ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ എന്ന് പറയുന്നത് എന്താ, AC സിഗ്നൽ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ AC-നെ DC ആക്കി എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു റെക്ടിഫയർ ഉപയോഗിക്കും. അപ്പൊ AC സിഗ്നലിനെ റെക്ടിഫയർ ഉപയോഗിച്ച് DC സിഗ്നലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മീറ്ററിലേക്ക് കണക്ഷൻ ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ മീറ്റർ, DC മീറ്റർ എപ്പോഴും മെഷർമെന്റ് ചെയ്യുന്നത് ആവറേജ് വാല്യൂ ആണ്. AC മീറ്റർ മെഷർമെന്റ് ചെയ്യുന്നത് RMS വാല്യൂ ആണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്നത് എന്താണ്, RMS വാല്യൂ ആണ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്താ ചെയ്യാം, ആവറേജ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആവറേജ് വാല്യൂ ഇൻറ്റു ഫോം ഫാക്ടർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, RMS വാല്യൂ കിട്ടുക. കാരണം ഫോം ഫാക്ടർ ഇക്വൽ RMS ബൈ ആവറേജ് ആണ്. അപ്പൊ ഈ ആവറേജ് ക്യാൻസൽ ആയി, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ RMS. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഇൻറ്റു ഫോം ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RMS വാല്യൂ കിട്ടും എന്ന് നമുക്ക് എന്ത് ചെയ്തു, മനസ്സിലായി. അപ്പൊ നമുക്ക് കിട്ടുന്ന പെർമനന്റ് മാഗ്നറ്റിക് മൂവിംഗ് കോയിലിൽ കിട്ടുന്ന റീഡിംഗ് ഇൻറ്റു ഫോം ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, RMS വാല്യൂ എന്ത് ചെയ്തു, ഫോം ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ച് ഈ മീറ്ററും അതുപോലെ ഇൻറ്റു മൾട്ടിപ്പിൾ ഫോം ഫാക്ടറും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, RMS വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ, അത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസിന്റെ വാല്യൂ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മെഷർമെന്റ് ചെയ്യാൻ പറ്റി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഫോം ഫാക്ടർ നമുക്ക് ബാക്കി റീഡിംഗ് എടുക്കുന്ന ആൾക്ക് അറിയണം എന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, നിർബന്ധം ഇല്ല. അവര് ജസ്റ്റ് റീഡിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോം ഫാക്ടർ എന്ത് ചെയ്യും, ഓൾറെഡി നമ്മളുടെ സ്കെയിലിൽ എന്ത് ചെയ്യും, ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ ഫോം ഫാക്ടർ മൾട്ടിപ്പിൾ ചെയ്ത വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ സ്കെയിലിൽ ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന റീഡിംഗ് ഡയറക്ട്ലി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം, ഫോം ഫാക്ടർ ഡിപ്പെൻഡ്സ് ഓൺ വേവ് ഷേപ്പ്. ഓരോ വേവ് ഷേപ്പിനനുസരിച്ച് ഫോം ഫാക്ടർ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മീറ്റർ ഉപയോഗിക്കുന്നത് ഒരേ വേവ് ഷേപ്പുള്ള സിഗ്നൽ മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സൈൻ വേവ് മെഷർമെന്റ് ചെയ്യേണ്ട മീറ്റർ ആണെങ്കിൽ അത് സൈൻ വേവ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെഷർമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് സംഭവിക്കും, എറേഴ്സ് ഫോം ചെയ്യാൻ കാരണം ആകും. അപ്പൊ നമ്മൾ റെക്ടിഫൈ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ടൈപ്സ് പഠിക്കാം. അതായത് ഹാഫ് വേവും ഫുൾ വേവും ഇതിന്റെ കൺസ്ട്രക്ഷൻ, റീഡിംഗ് എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.